അപ്പം നീറ്റ് റിസൾട്ട് വന്നു. ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും പിന്നെ എടുത്ത എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് കിട്ടിയ ഒരു പ്രതീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം നമ്മൾ 4ാമത്തെ വർഷം ടോപ്പിന്റെ 4ാമത്തെ വർഷം തന്നെ കേരള 6ാമത്തെ റാങ്ക് ടോപ്പിക്ക് കിട്ടി. സന്തോഷമുണ്ട്. നമ്മളെ ഫുൾ ടീമാണ് ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെ അധ്യാപകരും നമ്മളെ പുതിയ അക്കാഡമിക് സിസ്റ്റവും സ്റ്റുഡൻസും നമ്മളെ ട്രസ്റ്റ് ചെയ്ത സ്റ്റുഡൻസും പാരന്റ്സും എല്ലാം കൊണ്ടും നല്ലൊരു ഇയർ ആയിരുന്നു. അതുപോലെ തന്നെ കുറേയധികം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. സോ ആ സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അതേപോലെ തന്നെ ഈ ഒരു റിസൾട്ടിന് അനാലിസിസ് എടുക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് വന്നത് 686 മാർക്കാണ്. അതുപോലെ കേരള ഫസ്റ്റ് റാങ്ക് വന്നത് ഇപ്പം ഈ പറഞ്ഞ വെച്ചെടുത്തോളം 643 മാർക്കാണ്. ഓക്കെ, അതേപോലെ എല്ലാവരും ഈ പിന്നെ ടെൻഷനോട് നോക്കുന്നതാണ് എത്രയാണ് കട്ട് ഓഫ്, ഗവൺമെന്റ് സീറ്റിലോട്ട് കട്ട് ഓഫ് എത്രയാന്ന് ചോദിക്കുന്ന കുറെ പേരുണ്ട്. നമുക്ക് മനസ്സിലായത് ഏകദേശം 528ന്റെയും 530ന്റെയും റേഞ്ചിലാണ് നമ്മുടെ കേരള കട്ട് ഓഫ് വരിക. അതിന് തൊട്ട് താഴെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഡിസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ എടുത്ത എഫേർട്ടിലും അതുപോലെ തന്നെ നിങ്ങൾ എടുത്ത ആ ഒരു ഹാർഡ് വർക്കിന്റെയും പിന്നെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യുക തീരുമാനിക്കുക. ടോപ്പ നിങ്ങളുടെ ഏതൊരു കൺഫ്യൂഷനിലും ഏതൊരു ജേർണിയിലും കൂടെ ഉണ്ടാവും. അതും കൂടി പറയാണ്. ഇതുവരെ തന്ന സപ്പോർട്ടിനും നന്ദി പറയാണ്. അതുപോലെ തന്നെ ചെറിയൊരു വിഷമമുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ 100ന്റെ താഴെ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി പോലും ഇല്ല എന്നുള്ള ഒരു വിഷമമുള്ള കാര്യമുണ്ട്. അത് നമ്മൾ ചലഞ്ചായി ഏറ്റെടുത്ത് അടുത്ത വർഷം ആ ഒരു പിന്നെ ഗ്യാപ്പും കൂടി നമ്മൾ ടോപ്പ ടീം കംപ്ലീറ്റ് നികത്തും തന്നെയാണ് എന്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഒരു ഉറപ്പ് പ്രിയപ്പെട്ട മക്കൾക്ക് തരാനുള്ളത്. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും ഒരു ബിഗ് താങ്ക്സ്.